എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത യൗമുൽ ജുമുഅ എന്നാണ് അറബിയിൽ വെള്ളിയാഴ്ചയുടെ പേര് തന്നെ പറയപ്പെടുന്നത്. വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമാണ് ജുമുഅ നമസ്കാരവും ഖുതുബയും. അതിനായി ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. അതുകൊണ്ടാണ് ആ ദിവസത്തിന് അങ്ങനെ ഒരു പേര് പറയപ്പെടാൻ, യൗമുൽ ജുമുഅ എന്ന് പറയപ്പെടാൻ കാരണമെന്ന് ചില മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നാം ഓരോരുത്തരും എടുത്തു നോക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തു നോക്കുമ്പോൾ ആ ഖുർആനിൽ ഒരേ ഒരു ദിവസത്തിൻ്റെ പേര് മാത്രമേ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരേ ഒരു ദിനമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പരാമർശിപ്പിക്കപ്പെട്ട ഒരു ദിവസം ശനിയോ ഞായറോ തിങ്കളോ ചൊവ്വയോ ബുധനോ വ്യാഴവോ അല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം, ജുമുഅ ദിവസം. അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് യൗമുൽ ജുമുഅ എന്നാണ് വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന യൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. നിശ്ചയമായും ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം കുളിച്ചൊരുങ്ങി പള്ളിയിൽ വരുന്നതിൽ മാത്രമല്ല, എന്താണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം? എന്താണ് അതിന് ആ ദിവസത്തിന് നൽകിയിരിക്കുന്ന പരിഗണന? എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അത് മാത്രമല്ല, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അഫ്ളലിൽ അയ്യാമിക്കും യൗമുൽ ജുമുഅ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിനം വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയപ്പെട്ട ദിനങ്ങളിൽ ഒറ്റ ദിനം, ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. അത് വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമതായിട്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ദിവസങ്ങളുടെ നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിലെ നേതാവായിട്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത്. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ദിനം അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറയുന്ന, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സൂര്യനുദിക്കുന്ന ദിവസമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സൂര്യനുദിക്കുമല്ലോ. ആ സൂര്യനുദിക്കാത്ത ദിവസം പടച്ചവനെ ഈ ലോകത്തിന്റെ നാശമാണല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതെന്നറിയുമോ? അത് ജുമുഅ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅ ദിവസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയാണ് ലോകത്താദ്യമായിട്ട് പടച്ചവൻ ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പടച്ചവൻ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു മനുഷ്യനെന്ന് പറയുന്നൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ട് ആദ്യത്തെ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ച ദിവസം വെള്ളിയാഴ്ചയാ. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. അതിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്, അതിനു വേണ്ടിയാണ് തിരക്കുകൾ മാറ്റിവെച്ച് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് പലരും കയ്യിലും മൊബൈലും പിടിച്ചുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കാൻ കാത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ചയാ. സ്വഹാബാ, ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിക്കപ്പെട്ടതും അവിടെ നിന്ന് പ്രവേശിപ്പിക്കപ്പെട്ടതും അതും വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറു യൗമ തൽഅത അലൈഹി ശംസു യൗമൽ ജുമുഅ فيه خلق آدم عليه السلام وفيه أدخل الجنة وفيه أخرج منها ولا تقوم الساعة إلا في يوم الجمعة. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ്. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗ്ഗത്തിലെ പ്രവേശനം നൽകപ്പെട്ടതും അതിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതും അതേ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി പറയുകയാണ്, അൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി നഫ്ഖാ വഫീഹി സഅഖാ. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ജുമുഅ ദിനമാണ്. ആദം നബിയെ പടയ്ക്കപ്പെട്ടത് അതിനാലാണ്. കാഹളത്തിൽ ഊതപ്പെടുന്നതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസമാ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും തകർക്കുന്നതിന് വേണ്ടി ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് തിങ്കളാഴ്ചയല്ല, വ്യാഴാഴ്ചയല്ല, അതൊരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വഫീഹി തഖൂമു അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പൊ തന്നെ വെള്ളിയാഴ്ചയുടെ എത്ര മഹത്വം പഠിച്ചു. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നതിന് അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അവിടെ നിറക്കി വിട്ടതും വെള്ളിയാഴ്ച ദിവസം. എന്തിന്? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് വെള്ളിയാഴ്ച ദിവസം. ഈ ലോകം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എത്രയോ ഹദീസുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു യൗമ തലഅത് ഫീഹി ശംസു യൗമൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി ഉഹ്ബിത വഫീഹി തീബതു അലൈ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി എവിടെന്ന് പഠിപ്പിക്കുന്നു, സൂര്യോദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാകുന്നു. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ തൗബ, ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ലോകത്താദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിലുള്ള പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസം. അവിടെ നിന്ന് ഹദീസ് പറയുന്നു, ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്.
ആദം നബി അലിഹിസ്സലാമിനെ സൃഷ്ടിച്ചതും വെള്ളിയാഴ്ച ദിവസം, ആദം നബി അലിഹിസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസം, ഭൂമിയിലെ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് ഭയത്തിലാണ് വെള്ളിയാഴ്ച പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനും ജിന്നുകളും ഒഴിച്ചിട്ട് ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഓരോ വെള്ളിയാഴ്ച പ്രഭാതം പൊട്ടിവിളിരുന്നത് ഒരു ഭയത്തോടു കൂടിയാണ്. നമുക്ക് ആ ചിന്തയില്ലല്ലോ. ഓരോ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ഉസ്താദെ ഈസാ നബി വന്നില്ലല്ലോ, മഹദി ഇമാമ് വന്നില്ലല്ലോ, ഒറ്റക്കണ്ണനെ കണ്ടില്ലല്ലോ, ഇരട്ടക്കണ്ണനെ കണ്ടില്ലല്ലോ, അടയാളങ്ങളൊന്നും വന്നില്ലല്ലോ. നമ്മളിതാ പറയുക, നമ്മുടെ ദീർഘവീക്ഷണം. എന്നാലും മനുഷ്യനും ജിന്നുകളും ഒഴിച്ച് ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഓരോ വെള്ളിയാഴ്ച രാവിലെ കണ്ണ് തുറക്കുമ്പോഴും പേടിച്ചോണ്ടാ തുറക്കണം. അല്ലാ, ലോകം തകരുന്നത് വെള്ളിയാഴ്ചയാണല്ലോ എന്ന് പേടിയോടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ വെള്ളിയാഴ്ച തന്നെ നമുക്ക് അറിയാറല്ലോ. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം വെള്ളിയാഴ്ച ഒന്നും നമുക്കിപ്പോൾ ഒരു ഓർമ്മയുമില്ലാത്തൊരവസ്ഥ. ആ ഒരു ചിന്ത പോയി. വെള്ളിയാഴ്ചയെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ലാതെ പോയി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കാരണം വെള്ളിയാഴ്ച തന്നെ മറന്നുപോയി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ട അമലുകൾ തന്നെ മറന്നുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഒരു ലോക അവസാനത്തിൻ്റെ അടയാളം ഇത് തന്നെയാണ്. നമ്മളെന്തിനാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നോക്കുന്നത്? ലോക അവസാനത്തിൻ്റെ ഒരടയാളം നമ്മളൊക്കെ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലാ എന്ന് വിളിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാളുണ്ടാകില്ല എന്നുള്ള. വെള്ളിയാഴ്ച ജുമായ്ക്ക് അന്ന് വാങ്ക് ലോകത്തൊരിടത്തും ഇല്ല. ലോകത്ത് ഒരു സ്ഥലത്തും അല്ലാ എന്ന് പറയുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ലോകം അവസാനിക്കില്ല എന്നാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അല്ലാ എന്ന് പറയുന്ന ഒരാൾ വിളിക്കാത്ത ഒരു ദിവസം വരും. അന്നാണ് ലോകം തകരുന്നത്. അന്ന് വെള്ളിയാഴ്ച കഅബയുമില്ല, നിസ്കാരവും ഇല്ല, ബാങ്കും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇപ്പം അതിനുള്ള ട്രയലാ തുടങ്ങി. വെള്ളിയാഴ്ച ഇപ്പോൾ പള്ളിയിൽ കയറാതെ ഇതൊക്കെ വരും. ഇപ്പം മനസ്സിലായല്ലോ. നമ്മൾ ചിന്തിക്കും, ഉസ്താദെ അങ്ങനെ ഒരു കാലം വരുമോ? വരും. ഇപ്പം തന്നെ വന്നു തുടങ്ങിയില്ലേ. ഇപ്പം വെള്ളിയാഴ്ച കൊറോണയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ പള്ളിയിൽ പോയാൽ വരുമെന്ന പേടിച്ചിട്ട് കയറാത്ത കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ മലക്കിൻ മുഖറബിൻ വലാ സമാഇൻ വലാ അർളിൻ വലാ റീഹിൻ വലാ ജിബാലിൻ വലാ ബഹരിൻ ഇല്ലാ വഹുന്ന യുശഫിഖിനാ മിൻ യൗമിൽ ജുമുഅ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകൾ, ആകാശം, ഭൂമി, കാറ്റ്, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ എന്നിവ വെള്ളിയാഴ്ചയെ കുറിച്ച് ഭയത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചുള്ള പേടിയിലാണ് ലോകത്ത് മനുഷ്യനും ജിന്നുകളുമല്ലാത്ത സർവ്വചരാചരങ്ങളും. ജുമാ ദിവസം ഒരാൾ, അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ജുമാ ദിവസം ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഈ അടുത്ത് പറഞ്ഞു, ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദിൻ്റെ വഴുത് കേൾക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വരാത്ത എന്താ? ഉസ്താദ് അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യും, അള്ളാഹുവേ വെള്ളിയാഴ്ച മരണം തരണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ, പെണ്ണ് പോലും കെട്ടിയിട്ടില്ല, ആമിയും പറയാൻ വയ്യാത്ത എന്താ? ആരോ ഇങ്ങനെ പറഞ്ഞതാണ്. ചെറുപ്പക്കാർക്ക് പലർക്കും ക്ലാസ്സിന് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ വന്നിരുന്ന് കേൾക്കണമെന്ന്. സജിയണ്ണയല്ലേ? സജിയണ്ണ എന്താ അവിടെ പോയിരിക്കണേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. മോള് നല്ല റാങ്കൊക്കെ മേടിച്ചില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ആ പൊന്നുമോക്ക് നല്ല ഒരു ഭാവി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കഴിവുള്ള, നമ്മൾ പറയണ സത്യം, നിങ്ങളൊക്കെ ജമാഅത്തൊക്കെ ആദരിക്കേണ്ടത് അവരേക്ക് കേട്ടോ. പായിപ്പാട് പള്ളിയുടെ വകയായിട്ടൊരു അണം 6 റാങ്കല്ലാണ്. 6 റാങ്കൊക്കെ മേടിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അതൊക്കെ എല്ലാവർക്കും കിട്ടണൊരു ഭാഗ്യമല്ല. അപ്പം നമ്മുടെ പള്ളിയുടെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ഇല്ലേ, ജോയിൻറ്റ് സെക്രട്ടറിയുടെ മകളെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരം. അൽഹംദുലില്ലാ. അള്ളാഹു പൊന്നുമോൾക്ക് നല്ല ഭാവി, അള്ളാഹു നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്നവന് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅതി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബ്ർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്, വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്. പടച്ചവനെ, ആ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവാകട്ടെ പകലാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണം തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത് വെറുതെയല്ല. ദുആ ചെയ്തെന്ന് പറഞ്ഞത് കിട്ടണമെന്നില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ആ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാ അവൻ 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ഭയാനകമായ ഖബറുണ്ടല്ലോ, ഏകാന്തതയുടെ ഖബറുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങളെ ഖബറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ സ്വഹാബത്തിരുന്ന് കരയാൻ കാരണമായ ഖബറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തഴവ ഉസ്താദ് പടച്ചവനെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. പടച്ചവനെ, ഖബറിന്റെ മനോഹരമായ ആ ഭയാനകമായ രീതിയിൽ ആ ഖബറിനെ കുറിച്ച് വിവരിച്ചു തരികയാണ് മഹാനായ തഴബ ഉസ്താദ്. അല്ലാഹുവേ, അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാനായ തഴബ ഉസ്താദ് മനോഹരമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഴബ ഉസ്താദിന്റെ ആണ്ടാണെന്ന് തോന്നുന്നു. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു സഹോദരൻ ഒരു അനുസ്മരണം നടത്തണമെന്ന് പറഞ്ഞിട്ട്, എന്തനുസ്മരണമാ എൻ്റെ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ തഴബ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഒരു ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു 10 പേജ് എടുത്ത് വായിച്ചു നോക്കിയാൽ മഹാനായ തഴബ ഉസ്താദിന്റെ ആ ഒരു വലിയ മഹത്വം നമുക്ക് മനസ്സിലാകും. കാരണം ആ ബൈത്തിനകത്ത് ഓരോ കിതാബിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഏത് കിതാബിൽ എത്രാമത്തെ പേജിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കിതാബുകളൊക്കെ പല പണ്ഡിതന്മാരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല, വായിച്ചു നോക്കിയിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, അങ്ങനെയുള്ള കിതാബുകൾ ആ കിതാബിന്റെ ഇത്രാമത്തെ പേജിൽ ഉണ്ട് എന്ന് എഴുതി വെക്കണമെങ്കിൽ ആ കിതാബ് വായിക്കാതെ പറ്റൂലല്ലോ. അപ്പൊ കേവലം ഒരു 10 പേജ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം ഒരു 10-20 കിതാബിന്റെ പേര് കാണാം. അപ്പൊ അത്രയും കിതാബ് വായിച്ചു നോക്കിയ ഒരു പണ്ഡിതൻ ഇത്ര മനോഹരമാ ഖബറിനെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്ത്. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നമല്ല ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഖബറിന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുക. ഒരു വയല് കേൾക്കുന്നതിനേക്കാളും നല്ലത് ആ ബൈത്തൊന്ന് വായിച്ച കണ്ണറിയാതെ നിറയും.
കണ്ണറിയാതെ നിറഞ്ഞു പോകും. അങ്ങനത്തെ രീതിയിൽ കേൾക്കുന്ന ഒരാളുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്നിങ്ങനെ വരികയാ, അവിടെ നിന്നിങ്ങനെ വിവരിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭയാനകമായ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന്, ആ ഖബറിന്റെ അദാബിൽ നിന്ന്, ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅതി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹു ഈ സമുദായത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ കനിഞ്ഞിരിങ്ങി നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം, ജുമുഅ ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ആ വെള്ളിയാഴ്ച ദിവസത്തെ നാം ആദരിക്കണം, ആ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നാം തയ്യാറാകണം. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാ, ജുമുഅ ദിവസത്തിൻ്റെയും ഈ ദിവസത്തിൻ്റെയും കർമ്മങ്ങളുടെയും ശ്രേഷ്ഠതകളെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം എന്താണ്? ആ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ജുമുഅ വിശ്വാസികളുടെ മേൽ നിർബന്ധമായും അതിലേക്ക് വേഗത്തിൽ പോകുക എന്നത് അവന്റെ ഒരു ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. അതിന് നേരത്തെ ഒരുങ്ങണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം എന്താണ്? അല്ലാഹു പറയുന്ന, സത്യവിശ്വാസികള് വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക. ഖുർആൻ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകളിൽ ഒന്നാമത്തെ കാര്യം വേഗത കാണിക്കുക. നിങ്ങൾ തയ്യാറാവുക, പെട്ടെന്ന് പള്ളിയിലേക്ക് വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ الجمعة حق واجب على كل مسلم في جماعة إلا 4 عبد مملوك أو امرأة أو صبي أو مريض. മഹാനായ താരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉടമപ്പെടുത്തപ്പെട്ട അടിമ, സ്ത്രീ, കുട്ടി, രോഗി എന്നീ 4 പേരല്ലാതെ ഓരോ മുസ്ലിമിന്റെ പേരിലും ജുമുഅ സംഘടിതമായി നിർവഹിക്കൽ നിർബന്ധ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നുകൂടെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് 4 ആൾക്കാരെ ഒഴിവാക്കിയിട്ടാ പറഞ്ഞ്. 4 ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ജമാഅത്തായി ഒരുമിച്ച് കൂടിയിട്ട് ജുമുഅ നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അവിടെ എണ്ണി പറഞ്ഞ ആൾക്കാരൊക്കെയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അടിമ, അതുപോലെ തന്നെ സ്ത്രീ, കുട്ടി, രോഗി. അപ്പോൾ അതിനകത്ത് അതിനുള്ളതൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനെക്കുറിച്ച് ഇനിയിപ്പം പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കണില്ല. പെണ്ണുങ്ങൾ തന്നെ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ഇമാമ് നിന്ന നാടല്ലേ നമ്മുടെ നാട്. അള്ളാഹു കാക്കുമാറാകട്ടെ.
ഇപ്പം എന്താണെന്ന് അറിയണില്ല, പള്ളിയിലോട്ടൊന്നും കാണുന്നില്ല കേട്ടാ. പണ്ടൊരു താത്ത കയറിയിട്ട് നിന്നതല്ലേ, വലിയ ആൾക്കാരൊക്കെ കാവൽ നിർത്തിയൊക്കെ ജുമയൊക്കെ നിസ്കരിച്ചു. ഇപ്പോൾ പള്ളിയിൽ ജുമ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതാണ് അവസ്ഥ. ഒരു ഓളം അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചർച്ച നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ആണോ അല്ലേ? വിവരമില്ലാത്തവന്മാരെന്ത് പറയാം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച്. ഓരോ മനുഷ്യൻ്റെ പരിതാപകരമായ അവസ്ഥ. ഓരോ ആൾക്കാർ കിടന്നിട്ട് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുക. ഇന്നലെ വരെ അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരാണെന്നൊക്കെ വഴുതു പറഞ്ഞു കിടന്നിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പറയണ്ടേ, കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി മുകളിലേക്ക് പോകുന്നൊരു ദിനം വരാനുണ്ടല്ലോ. അള്ളാഹ് പറയുന്നുണ്ട്, നീ എന്ത് വേണേലും ചെയ്തോ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷെ അവസാനം എൻ്റെ മുന്നിൽ തന്നെ വരും കേട്ടാ. അതൊരു വല്ലാത്ത ചോദ്യവാ. അള്ളാഹു പറയുന്ന നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അധികാരം തരാനും വണ്ടിയും സൗകര്യവും പണവും തരാൻ ആളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കൂടെ ജയ് വിളിക്കാനും ബഹളം വെക്കാനൊക്കെ, പക്ഷെ നീ വരുവോടാ എൻ്റെ മുന്നിൽ. ഒരു വല്ലാത്ത താക്കീത്, വല്ലാത്ത ഒരു അള്ളാഹു ഒരു ഭീഷണിയാ പറയണത്. നീ എൻ്റെ മുന്നിൽ വരും, എവിടെ പോയാലും. എത്രയൊക്കെ ചെയ്താലും അള്ളാഹ് പറഞ്ഞ ഒറ്റ വാക്കുമതി നന്നാക്കാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറയുന്നു, സിറാജ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, സുഖിച്ചോ, എവിടെ വേണമെങ്കിലും ആസ്വദിച്ച് നടന്നോടാ. പക്ഷേ ഒന്ന് നീ ഓർത്തോ, എവിടെയൊക്കെ നീ ഓടിപ്പോയാലും എന്റെ മുന്നിൽ നീ വരും, തിരിച്ച് നീ പൊക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തോടിയ എവിടെ വരെ ഓതും? പഴഞ്ചൊല്ല് വെറുതെ പറഞ്ഞല്ല, അത് ഓടുന്നതിനൊരു പരിധിയുണ്ട് സഹോദര. ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച ദിവസം അതിന്റെ മഹത്വം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില നന്മകളുണ്ട്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട്, അടുത്ത വെള്ളിയാഴ്ചയല്ല, ഈ പ്രസംഗം കേൾക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. സാധാരണ വഴുത കേൾക്കുമ്പോൾ ഒരുപാട് പേര് മൊബൈൽ എടുത്തു വെച്ച് നോക്കിയാൽ കാണാം വഴുത കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്ന് വഴുത കേൾക്കാൻ കുറച്ചാളേ ഉള്ളൂ. കാരണം എന്തേ? അതങ്ങനെ, ഞാൻ എന്താന്ന് പറയണില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇന്ന് വഴുത കേൾക്കാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഉള്ളവര് മതി. അള്ളാഹിന്റെ സ്വർഗത്തിലും ആള് കുറവാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, ഷാജിക്ക് എന്താ ഇപ്പം ഇന്ന് അവിടെ പോയി നിൽക്കണ ടെൻഷനാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് നിങ്ങളൊന്നും പേടിക്കണ്ട. കാരണം എല്ലാ ദിവസവും വഴുതിൽ അരമണിക്കൂർ ദുആ വസിയ്യത്താ ഉസ്താദ് എന്നുള്ള. ഇന്നിപ്പോൾ ദുആ വസിയ്യത്ത് ഒന്നുമില്ല, പേടിക്കണ്ട. കാരണം അതിനുള്ള കാരണങ്ങൾ, പിന്നെ പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ നമ്മൾ അത് അംഗീകരിക്കണ്ടേ. അൽഹംദുലില്ലാ, പായിപ്പാട് പള്ളി വാർക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിധിയുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും പള്ളി വാർക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിനുള്ള വഴി നമ്മളതിന് പേടിക്കൊന്നും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാരണങ്ങൾ, ഇന്നിപ്പോൾ ഇവിടെ തന്നെ വഴുതേക്കാൻ സാധാരണ ഉള്ളവരല്ല, മഴയായതുകൊണ്ടായിരിക്കില്ല, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് സാധാരണ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പം എല്ലാവർക്കും ലക്ഷങ്ങൾ സമ്പാദിക്കണം എന്നുള്ള പരാതി തീർന്നു കിട്ടിയല്ലോ. എല്ലാവരും പറയണത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു വഴുത നടത്തുമ്പോൾ കോടിക്കണക്കിന് രൂപ എന്തോ കിട്ടുന്നുള്ള ആ പരാതി അങ്ങ് തീർന്നു. അത് തീരാനായിരിക്കും ചിലപ്പോൾ. അള്ളാഹു എന്തായാലും അൽഹംദുലില്ലാ, ആള് കുറവാണെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനം പടച്ച റബ്ബിനറിയാം ഓരോ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉമ്മാടെ വയറ്റിൽ നിന്ന് ഇറങ്ങി ഓടൂല്ല ഷാജിക്ക. എല്ലാവരും പതുക്കെ ഇരിക്കാൻ പഠിക്കും, പിന്നെ മുട്ടിലടയും, പിന്നെ നടക്കും, പിന്നെ ഓടും. ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത ഓട്ടമല്ലേ. ഓരോ ചങ്ങാതിമാരൊക്കെ ഓടണ്ടിട്ടില്ലേ. അപ്പം അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ നമുക്ക് യാതൊരു ഭയവുമില്ല. നാളത്തെ വിഷയം തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയും വേണം, അതുപോലെ തന്നെ എല്ലാം വേണമെന്നല്ലേ. എത്ര വല്ലാലും അൽഹംദുലില്ലാ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടോ, രക്ഷപ്പെടും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. നമുക്ക് ഉറപ്പാ വേണ്ടത്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ ഷാജിക്കാടുത്ത് പള്ളിയുടെ വാർപ്പിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഉസ്താദ് ഒന്നുമില്ല, ഇറങ്ങിക്കോ, പള്ളിയുടെ കമ്പിയുടെ കാര്യം ഇമാം ഏറ്റിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇൻഷാ അല്ലാഹ് യാതൊരു പേടിയും വേണ്ട, അള്ളാഹു കൊണ്ടുവരും അതിൻ്റെ അഹിരുകാരെ. നിങ്ങൾ ധൈര്യമായിട്ട് പണി തുടങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും വരും. ഉണ്ട്, അപ്പോൾ ഒരു ലോഡ് കമ്പി വന്നില്ലേ?
ഇനിയും വരും, പടച്ച റബ്ബ് എത്തിക്കും എന്ന് പറഞ്ഞ് അല്ലാഹ് അതാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പള്ളിയുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പൈസ കിട്ടോ കിട്ടാതിരിക്കോ, റബ്ബ് അത് നിങ്ങളെ മുടക്കിയില്ലല്ലോ ഒരു ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് മരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിഫലം കാണാം, അത്രേ ഉള്ളൂ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഉപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. വലിയ കരച്ചിൽ. ഇന്നലെ ഞങ്ങളുടെ ഫോണിൽ വിളിച്ച് വലിയ കാര്യം. ഞാൻ ചോദിച്ചു എന്താ പറ്റി? ഉപ്പ മരണപ്പെട്ടു പോയി. എവിടെ വെച്ചാൽ മരിച്ചേ? മദീനത്ത് കിടന്നാ മരിച്ചതെന്ന്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു നീ എന്തിനാ കരയണേ? ഒരു മകളാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് വല്ലാത്ത കരച്ചിൽ. ഉസ്താദ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എൻ്റെ ഉപ്പായ്ക്ക് വേണ്ടി ഞാൻ എന്തേ ചെയ്യേണ്ട? ഞാൻ ചോദിച്ചു എവിടെ മരിച്ച? മദീനത്ത് കിടന്നിട്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മദീനയെ ആരെങ്കിലും സ്നേഹിച്ച് എൻ്റെ മദീനയിൽ വന്ന് മരണപ്പെട്ട വജബത്തു ലഹു ഷഫാഅത്തി, ഞാൻ അവനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് അവിടെ ഒരു 6 അടി മണ്ണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അതിനേക്കാളും വലിയ യോഗം വേണോ? അതിനേക്കാളും വലിയ യോഗം. എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം എടുത്താരോ ഒരു വെള്ളിയാഴ്ച മരണപ്പെട്ടവരുടെ കാര്യം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒരു ഭാഗ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വമാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഇനി വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യം എന്താ? അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഗ്രിബ് വ്യാഴാഴ്ച മഗ്രിബ് ആകുന്നതോടുകൂടി ജുമുഅ ദിവസം ആരംഭിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ആരാധനയ്ക്കുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ആഴ്ചയിൽ വെള്ളിയാഴ്ചയ്ക്കുള്ള സ്ഥാനം മാസങ്ങളിൽ റമളാനുള്ള സ്ഥാനം പോലെയാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. മാസങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ മാസം റമളാൻ മാസമാണ്. ഇതുപോലെയാണ് ദിവസങ്ങളിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയ്ക്കുള്ള മഹത്വമതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനിന് ലൈലത്തുൽ ഖദറിന്റെ സ്ഥാനമാകുന്നു. അതുപോലെയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് വേണ്ടി ഒരുങ്ങല് ഒരു മനുഷ്യന്റെ കടമയാണ്, ബാധ്യതയാണ്, അവന്റെ ഉത്തരവാദിത്തമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജുമുഅ ദിവസത്തിന് വേണ്ടി പ്രത്യേക ഒരു പരിഗണന നൽകല്, അതിനു വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് കരുതല്, ഒരുങ്ങല് എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയിൽ പെട്ടതാണ്. രണ്ടാമതായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, വെള്ളിയാഴ്ച ദിവസം മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല, അന്ന് നീ അധികമായിട്ട് ദുആ ചെയ്യണേ. പഠിച്ചവനെ, ഫോണാണ് ഉസ്താദേ, കടമാണ്, രോഗമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അല്ലാഹുവേ പറയുന്ന പെങ്ങള്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേക പരിഗണന നീ നൽകണം. അത് ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും പോലെയല്ല, അതൊരു പ്രത്യേകമാക്കപ്പെട്ട ദിവസമാണ്. മാസങ്ങളിൽ റമളാൻ മാസത്തിന് കൊടുക്കുന്ന ശ്രേഷ്ഠതയുണ്ടല്ലോ, റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത അതുപോലെ മഹത്വമുള്ള ഒരു ദിനമാ. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം വെള്ളിയാഴ്ചയാ. അതിന് പ്രത്യേക ഒരു പരിഗണന കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذكر يوم الجمعة فقال فيه ساعة لا يوافقها عبد المسلم وهو قائم يصلي يسأل الله تعالى شيئا إلا أعطاه إياه وأسار بيده يقللها.
വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയുകയുണ്ടായി പ്രവാചകൻ. എന്നിട്ട് പറയുകയാ, ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമസ്കരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമുള്ള ദിവസമാണ്. ആ ദിവസത്തിലൊരു സമയമുണ്ട്, ഈ വെള്ളിയാഴ്ച ദിവസത്തിലൊരു സമയമുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് തന്റെ കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു അവന്റെ ഏതാവശ്യവും അല്ലാഹു നിറവേറ്റി കൊടുക്കും തന്നെ ചെയ്യുമെന്നിട്ട് പ്രവാചകൻ പറഞ്ഞു. അത് വളരെ കുറഞ്ഞ സമയമാണ്. മുത്തുനബി കൈയുടെ വിരലിങ്ങനെ കാണിച്ചു കൊടുത്തു, സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത, സ്വഹാബ നിങ്ങൾ വെള്ളിയാഴ്ച ദുആ ചെയ്തോ, നിങ്ങൾ ദുആ അധികരിപ്പിച്ചോ, നിങ്ങൾ ദുആ അധികരിപ്പിച്ചോ. കാരണം വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് ദുആയ്ക്ക് ഉത്തരമുണ്ട്. എന്നിട്ട് പ്രവാചകന് കൈയുടെ വിരലിങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വഹാബ ഇത്രയേ ഉള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്.